ഓരോ ദിവസം കഴിയുന്തോറും ബലൂചിസ്ഥാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും തമ്മിലുള്ള ഈ പോരാട്ടം കടുക്കുകയാണ്. ഇന്നലെയും ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ പാകിസ്ഥാന്റെ 17 പട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി അതൊരു പുതിയ രാജ്യമായി മാറുമോ ബലൂചിസ്ഥാൻ? ബലൂചിസ്ഥാൻ പുതിയ രാജ്യമായി മാറുന്നത് അമേരിക്കനോട് ചോദിക്കണം. പക്ഷെ ബലൂചിസ്ഥാനും പാകിസ്ഥാനും ഒത്തുപോകാൻ ഭയങ്കര പാടാണ്. അത് വളരെ കാലമായിട്ടുള്ള ഒരു ഫൈറ്റാണ്. പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് പോയി ഈ ബലൂചിസ്ഥാൻ, സിന്ധ്, അതുപോലെ കാശ്മീർ, ഇങ്ങനെ കുറേ പ്രദേശങ്ങൾ ഉപദേശീയതകൾ വളരെ ശക്തമാണ്. പക്ഷെ അതൊന്ന് ശക്തിപ്പെട്ടത് ഈ ഇടക്കാലത്താണല്ലോ. ഇടക്കാലത്തല്ല, രാജീവ് ഗാന്ധിൻ്റെ അല്ല. രാജീവ് ഗാന്ധിയാണ് ഇത് ആയുധങ്ങൾ കൊടുത്തു തുടങ്ങി. ഡോവലൊക്കെ അതിൻ്റെ പിന്നിൽ. പിന്നെ കാങ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോവലിൻ്റെ ഗുരുവുണ്ട്, കാങ്. അദ്ദേഹമാണ് സത്യത്തിൽ ഈ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചത്. അദ്ദേഹത്തിന് ഡോവൽ ഏറ്റെടുക്കുകയാണ്. ഡോവൽ മാത്രമേ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് ബലൂചിസ്ഥാന്റെ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ എന്നാണോ? നമ്മളല്ലാതെ പിന്നെ നമ്മളിങ്ങോട്ട് കളിച്ചാൽ നമ്മൾ കളിക്കും. നീ നോക്കിയാൽ മതി, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വിമാനമൊന്നും ഒതുങ്ങിയതായിരുന്നു. കാശ്മീരിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പഞ്ചാബ് വിമാനം പടിഞ്ഞതിന് പകരം നമ്മൾ ബലൂചിസ്ഥാനിൽ പോയി പണിഞ്ഞു. ഇപ്പോൾ എനിക്ക് പറയുന്നത് ഒഫീഷ്യലായി നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ ആയിട്ട് ഇന്ത്യക്ക് ബാക്ക്ലാഷ് ഉണ്ടാകും. പക്ഷേ രാജീവ് ഗാന്ധി തിരിച്ചു പണിഞ്ഞു. തിരിച്ചു അവന്മാരവിടെ ഹെൽഡപ്പായി. പക്ഷേ ഈ VP സിംഗ് ഗവൺമെൻറ് അന്ന് ഈ പരിപാടിയൊക്കെ നിർത്തിവെച്ച് അവന്മാർ കാശ്മീർ എടുത്തിട്ടുണ്ട്. അന്ന് തുടങ്ങിയാണ് കാശ്മീരിൻ്റെ പ്രശ്നം. മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മോളെ തട്ടിക്കൊണ്ട് അയാൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ആരുടെ ക്യാബിനറ്റിൽ? VP സിംഗിൻ്റെ ക്യാബിനറ്റ്. എന്നിട്ട് ആ കൊച്ചിനെ വെറുതെ ഉണ്ടാവും. അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തീവ്രവാദികളെ വിട്ടുകൊടുത്തു. അപ്പം കുറേ കാശും കൊടുത്തിട്ടുണ്ടാവും, നമ്മളൊക്കെ അറിയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അന്നോട്ട് തുടങ്ങിയാണ് ഇവന്മാർ നമുക്കിട്ട് പണിയെ. പിന്നെ കാശ്മീർ കത്തിപ്പോൾ ഏത് രീതിയിലാണ് കാശ്മീർ കത്തുന്നത് നമുക്കറിയാലോ. അതിനുശേഷം മോഡിയാണ് തിരിച്ച് പണി തുടങ്ങിയത്. ഡോബൽ അതിന് മുമ്പ് അവിടെ പോയിട്ടുള്ള ലിങ്കൊക്കെ ഉണ്ടാക്കി. ദ ലിങ്ക്സ് ആർ വെരി സ്ട്രോങ് ആണ്. അതിന് മുമ്പ് ഇന്ദിരാഗാന്ധി പാകിസ്ഥാനിൽ നന്നായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കിയതാണ് കാങ്ങിൻ്റെ കാലഘട്ടത്തിൽ. അതായത് മൊറാർജി ദേശായി വന്നപ്പോൾ നശിപ്പിച്ച് കളഞ്ഞു. സിയാവിലൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ അയാൾ മണ്ടത്തരം അബദ്ധത്തിൽ പറഞ്ഞു അവർ ഏറ്റെടുക്കും. അങ്ങനെ നെറ്റ്വർക്ക് മൊത്തം തകർന്നിരുന്നു. അപ്പം ഈ സോഷ്യലിസ്റ്റുകാർ എന്നൊക്കെ ഇന്ത്യ പഠിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഡിഫൻസ് നമുക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കിട്ട് അവന്മാർ പാകിസ്ഥാനെ പല കഷ്ണമാക്കാന്നുള്ളത് നമുക്കങ്ങനെ അജണ്ട ഒന്നുമില്ല. അവന്മാർ നമ്മളെ പല കഷ്ണമാക്കുമ്പോൾ ആക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് ശ്രമിക്കുന്നത് കുഴപ്പം. കാരണം പാകിസ്ഥാൻ തന്നെ പലതവണ ആരോപിച്ചിരുന്നല്ലോ ഇന്ത്യയാണ് ഇതിന് പിന്നില്ലെന്ന്. പക്ഷേ ഇന്ത്യ അതിലെപ്പോഴും മൗനമാണ്. അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നീ ഒരാളെ തല്ലി ഞാൻ കണ്ടു, ഞാനത് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ നിനക്ക് വലിയ പബ്ലിസിറ്റിയാണ്. നീ എന്നെ പേടിക്കേണ്ട, നാട്ടുകാർക്ക് പേടിക്കേണ്ട. നീ പോയി പറയുക ഞാനത് തല്ലിയത്. ഞാൻ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇവർ തല്ലിയൊക്കെ ചെയ്യും, ഇവർ സമ്മതിക്കില്ല. പോലീസിന് കോടതി എന്താണ് പെട്ടു. അതാണ് ഇന്ത്യ. അപ്പോൾ പാകിസ്ഥാൻ കാശ്മീർ തീവ്രവാദത്തിനായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട്. അവരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല, ഞങ്ങൾക്ക് ധാർമ്മികമായ സപ്പോർട്ടേ ഉള്ളൂ. കാരണം മുംബൈ സ്ഫോടനം ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ധാർമ്മികമായ സപ്പോർട്ടേ ഉള്ളൂ. നമ്മളതിൻ്റെ എവിഡൻസ് കിടക്കുകയാണ്. അപ്പം ഈ നേരെ പോകുന്ന ആളുകളോടെ നമുക്ക് ആ വഴി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇരുട്ടിൻ്റെ ആവിൽ ആക്രമിക്കുന്നവരോട് ആ വഴി തന്നെ തിരഞ്ഞെടുക്കണം. അത് നമ്മളെ പാകിസ്ഥാനെ ചുറ്റി വളഞ്ഞാണല്ലോ ഇപ്പോൾ ആക്രമിക്കുന്നത്. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെ, പിന്നെ രാജ്യത്ത് ഭീകരവാദികൾ പൊട്ടിത്തെറിക്കുന്നു, പിന്നീട് ബലൂചിസ്ഥാൻ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ പരിപാടി പാകിസ്ഥാനെ പല പ്രശ്നമാക്കാം. കാരണം ഇപ്പോൾ ഞാൻ മുമ്പ് പല ചർച്ചയും പറഞ്ഞില്ലേ, ഈ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുകയാണെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ ഏറ്റവും വലിയ റാലിയും പോയിന്റ് പാകിസ്ഥാനാവും. കാരണം പാകിസ്ഥാന് ന്യൂക്ലിയർ വെപ്പണുണ്ട്. കമ്പാരിറ്റീവ്ലി പുതിയ ആയുധങ്ങളുള്ള കണ്ടവരെ കയ്യിൽ. അത് മിലിറ്ററി സ്ട്രോങ് ആണ്. ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള ശേഷിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ മുസ്ലിം രാജ്യങ്ങൾ ഏറ്റവും നല്ല മിലിറ്ററികളൊന്നാണ്. പിന്നെ അറ്റോമിക് ബോംബുകൾ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വിശാല സ്വപ്നത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ തടസ്സം നിൽക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള അജണ്ട പുതിയ നൂറ്റാണ്ടിൽ അമേരിക്കയുടെ അജണ്ട അതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പാകിസ്ഥാൻ ആവശ്യം കഴിഞ്ഞു. സോവിയറ്റ് റഷ്യനെ തടുക്കാനും ഇന്ത്യയെ വഴുതിക്ക് നിർത്താനായിരുന്നു പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ആര് വന്നാലും ആ ബന്ധത്തിന് വലിയ കോട്ടം തട്ടാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സോവിയറ്റ് റഷ്യയിലല്ലോ, പിന്നെ ഇൻ്റർനാഷണൽ തീവ്രവാദത്തിൻ്റെ ഹബ്ബായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനെ ഒരു രാജ്യത്ത് ഇല്ലാതാക്കിയിട്ടുള്ള ചിഹ്ന ഭിന്നമാകുന്നു. അപ്പോൾ ചിഹ്ന ഭിന്നമാകുമ്പോൾ ആ കാര്യം വന്നിട്ട് ന്യൂക്ലിയർ ആർസനൽസ് എല്ലാം അമേരിക്കയ്ക്ക് എടുത്തുകൊണ്ട് പോകാം. അപകടമാണെന്ന് വന്നിട്ട് അവർക്ക് എടുത്തുകൊണ്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നു.
അല്ല, പാകിസ്ഥാനെ പോലെ ഒരു അയൽരാജ്യം അങ്ങനെ തകരുകയാണെങ്കിൽ, ആണവായുധം കയ്യിലുള്ള ഒരു രാജ്യം തകരുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ ദോഷം. അവർ ഇന്ത്യക്ക് മാത്രം ലോകത്തിന് ഭീഷണിയാണ്. കാരണം എന്ന് വെച്ചാൽ പക്ഷേ ഇന്ത്യയുടെ സമീപത്തുള്ള ഒരു രാജ്യം, അല്ല, സമീപത്തുള്ള ഒരു മുഖ്യ ശത്രു നമ്മളാണ്. പക്ഷെ നമ്മളെക്കാട്ടും വലിയ ശത്രു ഇപ്പോൾ അവർക്ക് അമേരിക്ക ഇസ്രായേലും ഒക്കെയാണ്. നമ്മളങ്ങനെ അവർ വികാരം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഇപ്പം വലിയ ശത്രു ഈ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇസ്രായേലുമാണ്. കാരണം ഈ ഗാസയിൽ നടന്ന ബോംബിങ് ഇതിന് പിന്നിൽ അമേരിക്കയാണ്. അവരതിൻ്റെ റീസൺ അല്ല കണ്ടെത്തുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ശത്രു ഇന്ത്യയേ ഉള്ളൂ. അപ്പം പക്ഷേ ഈ ഭീകരവാദികൾക്ക് എളുപ്പം അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയാണ്. എളുപ്പം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ ആയിരിക്കാം. ഇന്ത്യയാണെന്ന് സമീപത്തെ വലിയ ബോർഡർ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇന്ത്യ മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. ചൈനയിൽ പ്രശ്നമുണ്ടല്ലോ, വലിയ തുർക്ക്മെനിസ്ഥാൻ വംശജരായിട്ടുള്ള ടർക്കിഷ് വംശജരായിട്ടുള്ള മുസ്ലിങ്ങളെ ഭീകരമായിട്ടല്ലേ അടിച്ചമർത്തുന്നതാണ്. അപ്പോൾ അവരെല്ലാവർക്കും പ്രശ്നമാണ്. അത് ഈ പറയുന്ന ന്യൂക്ലിയർ പൊലിഫറേഷൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ന്യൂക്ലിയർ പൊലിഫറേഷൻ ഈ ന്യൂക്ലിയർ ആർസനൽസ് കൈകാര്യം ചെയ്യുന്ന പട്ടാളമാണ്. അപ്പോൾ പട്ടാളത്തെ കൂടെ നിർത്തിയുള്ള കളിയായിരിക്കും. പട്ടാളത്തെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പുതിയ രാജ്യം ഉണ്ടാവും. പഞ്ചാബിലൊരു രാജ്യം ഉണ്ടാവും, അതിൻ്റെ പ്രധാന പ്രസിഡന്റ് നിങ്ങളായി തരാം. സിന്ധിലൊരു രാജ്യമാണ്, അതിൻ്റെ പ്രസിഡന്റ് നിങ്ങളായി തരാം എന്ന് അമേരിക്ക പറഞ്ഞാൽ പോരെ. അമേരിക്ക ഇങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുക. എന്നിട്ട് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഡിഫ്യൂസ് ചെയ്യപ്പെടും. അത് പക്ഷേ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലേ ഇതിൻ്റെ പൊലിഫറേഷൻ വരും. തീവ്രവാദിനെ അതിൽ തീട്ടിയുള്ള അവസ്ഥ അറിയണം. അവനും മരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ, അവനെ എവിടെയും കുടിച്ച് കൂട്ടി അപ്പോൾ ട്രക്ക് കയറ്റിയിട്ട് ഡിറ്റോണേറ്റ് ചെയ്താൽ പോരെ. അതൊക്കെ അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടൊരു പാകിസ്ഥാനിലൊരു ഇൻസ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ ലോകത്തിനൊരു ഭീഷണിയാണ്. അത് അമേരിക്ക ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല. അമേരിക്ക നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് നല്ലതാണ്. തുടക്കം പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് ഇനി തിരിച്ചു വരികയാണ്. ഈ അജിത് ദോവലിൻ്റെ പങ്ക് എന്തായിരിക്കും ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട്? അല്ല, ഇന്ത്യക്ക് നല്ല അസറ്റുള്ളൊരു സ്ഥലമാണ് അവിടെ. ഇവരുടെ ഭാഷയിൽ അസറ്റ് എന്നാണ് ഇവർ പറയുക. സ്പൈസ് ഇൻ്റലിജൻസ് ഏജൻസിയാണ്. അതുണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്മാർ നമ്മളെ കാര്യത്തിൽ വേണ്ടാണ്ട് തല്ലിടാതിരിക്കുള്ളൂ. അതൊരു സ്ട്രാറ്റജിയാണ്. അവിടെ ഒരു വിഷയം അവർക്ക് വിഷയമില്ലായിരുന്നു. രാജീവ് ഗാന്ധിക്ക് ശേഷം അവർക്ക് വിഷയമില്ല, ഇവിടെ മാത്രമായിരുന്നു വിഷയം. ഇവന്മാരിവിടെ അങ്ങ് അർമാദിക്കായിരുന്നു. ഇപ്പം അത് മാറി, അത്രയേ ഉള്ളൂ. അല്ല, അതാണ് അജിത് ദോവൽ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് പിന്നിലെന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയാണ് ഇതിന് പിന്നിൽ. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ആ രാജ്യത്തെ ഒതുക്കുക, അവിടെ നിന്നുള്ള ഭീകരവാദത്തെ നിർത്തലാക്കുക എന്നതിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. ഒരു പരിധിവരെ അവിടെയുള്ള തീവ്രവാദം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് തടയാൻ എന്തായാലും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ തീവ്രവാദം ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നില്ല. തീവ്രവാദം സിന്ധിലോ പാകിസ്ഥാനിലോ ദക്ഷിണേഷ്യ കാശ്മീരിലൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് തലവേദന. ദക്ഷിണേഷ്യ കാശ്മീരിലുണ്ട്, സിന്ധിലും ഇവിടെ പഞ്ചാബിലൊന്നും ഇല്ല. അപ്പം അതൊരു പ്രശ്നമല്ല. പക്ഷേ ബലൂചിസ്ഥാനിലുള്ള പ്രോബ്ലം ഇവർക്കൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ബലൂജികൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ മതി അമേരിക്ക. അതോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ അടിയന്തരമായി ഇടപെടുകയും അവിടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സൈനികരാണ്. അത് മുൻപ് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സൈനിക അട്ടിമറി പാകിസ്ഥാനിലുണ്ടാകുന്നു. സൈനിക അട്ടിമറി പാകിസ്ഥാനിലുണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. ഇനിയിപ്പോൾ ഈ സിവിൽ വാറൊക്കെ വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാവും. കാരണം അമേരിക്ക ഇപ്പോൾ അതിന് അനുകൂലമല്ലാന്ന് തോന്നുന്നു. ജനാധിപത്യം തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അമേരിക്ക വിചാരിച്ചിരുന്ന ഇപ്പോഴേക്ക് സൈന്യം വെറുതെ അല്ല ഈ അട്ടിമറി നടത്തുന്നത്, അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടിയാണ്. ഇവർ റിമോട്ട് ഇരിക്കുന്ന അമേരിക്കയിൽ അവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽ അനുസരിച്ച് ഇവർ ചെയ്യുള്ളൂ. പിന്നെ ഡോവലാണ് പിന്നെ ഇവർ വിളിച്ച് കൂവി നടക്കുന്നുണ്ടല്ലോ. കാർഗിൽ യുദ്ധത്തിന് പിന്നെ മുഷറഫ് നമ്മളെവിടെയൊക്കെ പറഞ്ഞു ഇവന്മാരാരെയും കേട്ടിരുന്നു. മുഷറഫിന് പിന്നെ അധികാരം പിടിച്ചതിൻ്റെ പുറത്ത് അവിടെ അഴിമതി നടത്തിയതിൻ്റെ പുറത്തൊക്കെയാണ് പിന്നെ വിചാരണ നടത്തിയത്. നമ്മൾ എത്ര കാലം വിത്ത് എവിഡൻസ് നമ്മൾ പറഞ്ഞതാണ് മുഷറഫാണ് പിന്നിൽ. ആരെങ്കിലും ചെവിക്കൊണ്ടിരുന്നു. പിന്നെ ഇവന്മാർ പറയുന്ന കേൾക്കലല്ലേ നമ്മളെ പണി, പോയി പണിയൊക്കെ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.